ശരി ശരി എന്നാ നാളെ വരാം. നമ്മളെ നമുക്ക് നിൽക്കാൻ കഴിയുന്ന സ്ഥലം അങ്ങോട്ടൊക്കെ ഒരു കയറ്റം ഉണ്ടെന്നേ, അതാണ് അല്ലേ. വണ്ടി ലോക്ക് ചെയ്താ കൂരുമല കണ്ടില്ലെന്ന് വേണ്ട, കൂരുമല കണ്ടില്ലെന്ന് വേണ്ട. കുരൂർ മല, കുരൂർ മലയാ? ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ടുണ്ടോ? മറ്റേ കുട്ടിക്കാനപ്പുറത്ത് മറ്റേ ഇത് പാഞ്ചാലി വീട്ടിൽ ഇതുപോലെ അടുപ്പിച്ച് വെച്ചേക്കാ കുരിശ് ഓട് വരെ. നല്ല കൈ വേണം. ഈ ഇത്രയും കാറ്റ് പോരെ ഈ വിൻഡ് സ്ഥാപിക്കാൻ? കാരണം വിളിക്കേണ്ട വരും. ഇതൊന്നും വണ്ടി കയറൂല. വണ്ടി കയറത്തില്ല. വണ്ടി കാലി വണ്ടിയാണെങ്കിൽ കയറും. അല്ല, കാലി പോലും കയറാൻ ബുദ്ധിമുട്ടാണ്. തിരിച്ചു അതാണ് അവര്. അല്ല, അവരെന്താണ് പോയത്? അവര് പോയത് എന്താണ്? അവർക്ക് അറിയില്ല, സൺസെറ്റിനെ പറ്റിയൊന്നും അറിയില്ല. അവർ ഈ മല കണ്ടിട്ട് പോയതായിരിക്കും അല്ലേ? സൺസെറ്റ് കാണാനല്ല വന്നത്, അവിടെ വെറുതെ മൊബൈൽ നോക്കിയിരിപ്പ. അല്ല, വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ നിരോധിച്ചേക്കണ എഴുതിയിരിക്കുന്നത്. അല്ല, ഇത് ഒരു സംവിധാനം ഇവിടെ ഇല്ല. അവനെ നമ്മളെ പറ്റിച്ചാണ് ഇല്ലേ? അല്ലല്ല, 5 മണിക്ക് മുമ്പ് ഇവിടെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ തിരക്കായിരിക്കും. അന്നേരം ഇവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇവിടെ വരുമെന്നാണ് അവരൊന്ന് പറഞ്ഞത്. അവരാണ് ടിക്കറ്റ് ഒക്കെ വയ്ക്കുന്നത് ഇവിടെ. അന്ന് പാർക്കിംഗ് ഫീസൊക്കെ മേടിക്കും. പക്ഷെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതെ അതെ. അല്ല, അത് പള്ളിക്കാരാണ്. അതാണ് ആ ചേച്ചി വട്ടം ചട്ടി കയറിയത് കേട്ടോ. ഇങ്ങനെ പിസ്സാഗ് പോലെ കയറി ഇറങ്ങുമ്പോൾ അങ്ങനെ ഇറങ്ങിയ പറ്റും. ഇറങ്ങി നമുക്ക് ഏറ്റവും ഇറക്കമാണ് നമുക്ക്. അതുകൊള്ള കയറിപ്പോട്ട് കയറ്റം കയറ് കഴിഞ്ഞു. തള്ളി വിടൂ നല്ല കയറ്റം ഉണ്ടോ? ഈ ആൾക്കാരുടെ വഴിയായിരിക്കും അല്ലേ? ഇവരൊക്കെ ഈ വിളിക്കുന്ന ഒന്ന ആൾക്കാരാണ്. നമ്മളെ അവിടെ 5-6 റൗണ്ടൊന്നും നടക്കണ്ട എവിടെയാണെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് കിട്ടും. അതെ, ചിരിപ്പിക്കല്ലേ. അതെ അതെ. ഒരു പൊല്യൂഷനും ഇല്ലാത്ത ശുദ്ധമായ സ്ഥലങ്ങളാണ്. പൈപ്പ് കൊണ്ടൊക്കെ ഉണ്ടല്ലോ. പഞ്ചായത്തിലെ വെള്ളമായിരിക്കുമല്ലോ. ഈ വണ്ടി കയറി വന്നിട്ടുണ്ടോ? വേറെ വഴിയുണ്ടോ? വഴിയിലേ ഉള്ളൂ. വണ്ടി ഇതിലേക്ക് കയറിയതായിരിക്കും. ഇതേ പിരിക്കാൻ ആള് നിൽക്കണ്ട്. എന്റെ പൊന്നോ, ഇങ്ങോട്ട് കയറിയാലേ ഉള്ളൂ.
എൻട്രൻസ് ഫീസ്. അപ്പൊ പിന്നെ അത് പാമ്പാക്കുട എന്ന് പറഞ്ഞാൽ പിറവത്തിന്റെ ഏരിയ ആണല്ലോ അത്. പാമ്പാക്കുട ഏത് ബ്ലോക്കാ? ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത്. ആ കൊള്ളാം. നമ്മൾ വരുന്ന റോഡാ അതല്ലേ? ഇല്ല കാണുന്ന റോഡാണോ വരുന്നത്? അപ്പൊ സൺറൈസും അടിപൊളിയായിരിക്കും അല്ലേ? അതെ അതെ, പില്ലറിലാണ് നിൽക്കണേ. മേഘമൊന്നും വന്നില്ലെങ്കിൽ സൺറൈസും അടിപൊളിയായിരിക്കും. നമ്മള് ആ റോഡാ വന്നതല്ലേ? ജംഗ്ഷനില്ലേ ആ റോഡ് അവിടെ പൈനാപ്പിൾ തോട്ടം കണ്ടില്ലേ? അങ്ങനെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഇവിടെ ഒരു റോഡ് ഉണ്ടാവുള്ളല്ലോ. അത് ഇതായിരിക്കും ആ റോഡ്. ഇതുകൊണ്ട് ഇങ്ങനെ കയറിയല്ലോ. ഇതാണ് ടോപ്പില്ലേ? അല്ല അത് അതെ. ഈ കുരിശ് അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഈ കുരിശ് ഈ ഒരു സൈഡ് വഴി അങ്ങ് പോകുന്നുണ്ട്. അതിലേ അവിടെ റോഡ് വന്ന് നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ അവിടെ ഒരു കടയൊക്കെ കാണുന്നുണ്ട്. കണ്ടോ? ഒരു കടയൊക്കെ കാണുന്നുണ്ട്. ഇല്ലല്ല, ആ കുരിശിൻ്റെ ചായ ചാടി ഇറങ്ങി വരുവാ. ചായയൊക്കെ വീട്ടിൽ നിന്നെല്ലാം ചോദിക്കേണ്ടി വരും. ഇല്ല, അവിടെ പള്ളിയുടെ ഇതാണെന്ന് തോന്നുന്നുണ്ട്. കുരിശ് പള്ളിയാന്ന് തോന്നുന്നു. വാ എന്താ നോക്കാം. കാറ്റാ, സൂപ്പർ കാറ്റ്. നമുക്ക് അവിടെ പോയി നല്ല പൊസിഷൻ നോക്കി നിൽക്കാം. അല്ലെങ്കിൽ പിള്ളേർ വന്ന് പറയും ഇങ്ങോട്ട് പോയിട്ട്. ശരിയാ, അവര് സൺസെറ്റ് എടുക്കുമ്പോൾ വന്ന് കയറാൻ വേണ്ടി ഇരിക്കണായിരിക്കും അവിടെയൊക്കെ ഉള്ളവർ. അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണ എനിക്ക് വേണേ ഈ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ കാണാണ് സാധാരണ. അവര് സാറ്റർഡേ സൺഡേ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു സൺസെറ്റിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറയുന്നത് കന്യാകുമാരിയോടൊക്കെ പോയി കണ്ടിട്ട് സെറ്റൊന്നും കണ്ടിട്ട് മതിയായില്ലോ എന്ന് ചോദിക്കുന്നു. വീട്ടിൽ ചോദിച്ചേ. വീട്ടിലല്ലേ അത് വേറെ അനുഭവം. സൺസെറ്റ് എവിടെ എപ്പോഴും വലിയാട്ടി പോകുന്നല്ലേ? വലിയ ജ്ഞാനക്ഷേത്രത്തിന്റെ മുകളിൽ കയറി ഇന്നാലും കാണാം. എത്ര ഇതാണെങ്കിലും റോട്ടിലൊരു ആന പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതുപോലെയാണ് സൺസെറ്റ് എവിടെ നിന്നാലും നമുക്ക് ഇത് തന്നെയാണ്. സൺസെറ്റ് മാത്രമല്ല സൺറൈസ് അങ്ങനെ തന്നെയല്ലേ? രാവിലെയൊക്കെ പൊങ്ങി വരും. ഈ ഒരു പള്ളിയിലേക്കുള്ള വഴിയാണിത്. കണ്ടത് ഇപ്പുറത്തെ ലൈൻ ഉണ്ടെന്ന്, ഇപ്പുറത്തെ റോഡുണ്ടെന്നേ. ഇവിടെന്നേ ഇവിടെ ലൈൻ കണ്ട, ഇപ്പുറത്തെ റോഡുണ്ട്. ലൈൻ പോകണുണ്ടല്ലേ, ഇലക്ട്രിക് ലൈൻ. ഇല്ലല്ലേ? ഇപ്പുറത്ത് റോഡുണ്ട്. ആ റോഡല്ലേ ഇത്? ആ റോഡുണ്ടല്ലോ, ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല. വന്നേ ഇവിടെ ഇങ്ങനെ റോഡ് പോകണ്ടെന്നേ. ഉണ്ടോ? അല്ല, റോഡ് ഇപ്പോൾ വണ്ടിയൊന്നും വരുന്നില്ല. നമ്മുടെ മാപ്പിൽ കണ്ട റോഡ് അതാന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേ റോഡുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലൈൻ വന്നേക്കണ അതിലല്ലേ? ഇതിലേം വരാൻ പറ്റുമായിരിക്കും. പിന്നെ ഇത് അവിടം വരെ വരാം. അവിടം വരെ വീതിയുണ്ട്. എന്താ ഇലക്ട്രിസിറ്റി ഉള്ളതായിട്ട് ഇവിടെ താമസക്കാരുണ്ടെന്നേ. താമസക്കാരില്ല ഇവിടെ. ഇവിടെ രണ്ടു വശം വ്യൂ പോയിന്റ് ആട്ടോ. അതും രാവിലെ വ്യൂ പോയിന്റ് കിട്ടും, ഇവിടെ വൈകുന്നേരം കിട്ടും. ഓ, ഈ റോഡ് എന്നിട്ട് അതേ കയറി അവിടെ കയറുമായിരിക്കും. എവിടെ ഇങ്ങോട്ട് കയറിയില്ലേ? അവിടെ ലെഫ്റ്റ് കയറിയില്ലേ ആ പാറ റോഡ്? അങ്ങനെ ആ പിള്ളേരിരുന്ന സ്ഥലത്തല്ലേ? ഇവിടെ നിന്നൊക്കെ താമസക്കാരുണ്ടായിരുന്നു. ഏതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ട് പോയില്ല. അപ്പോൾ ചായക്കടയില്ല, വേണമെങ്കിൽ പച്ചവെള്ളം കുടിക്കാം. പൊടിച്ചോ. ഇപ്പത്തോളം എന്താണെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ 2 പാക്കറ്റ് കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് വരായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാം. അല്ല, നല്ല ഏരിയ ആയിട്ട്. നല്ല ഏരിയ. മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടിലേ വെള്ളമെങ്കിലും എടുത്ത് നന്നായി. നമുക്ക് ഭാഗ്യം കൂടി ഉണ്ട്, മഴക്കാരില്ല.
നമ്മുടെ ഐസ് ബോക്സ് എടുത്തിട്ട് അത് മാത്രമല്ല അത് ചുവന്ന് ഇവിടെ കയറ്റണമെങ്കിൽ ആ ഐസ് ബോക്സും അല്ല ഒരു ഉച്ചവരെയുള്ള സമയമൊക്കെ പോയി കിട്ടും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ വലിയ കൊള്ളാട്ടോ. നല്ല 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 അങ്ങോട്ട് ഇറങ്ങി നോക്കാം എന്താന്നുള്ളത്. ഞാൻ അങ്ങോട്ട് ലൈൻ ഉണ്ടെന്നേ. ആ ലൈൻ പോണ ആ റോഡാണ്. ഇവിടെ നോക്കി ഇവിടെ തന്നെ സമയം പെട്ടെന്ന് എന്നാ വാ. ഇതിഞ്ഞ് ഓടിപ്പോയി താഴത്തോട്ട് വെള്ളിക്ക് പോവാം. മോളിൽ കയറി ഇരിക്കാം. 6 മണിക്ക് സർക്കാരിക്കും. കൃത്യമായിട്ടുള്ള എയിം അതാണ് നമുക്ക്. അതും നഷ്ടപ്പെട്ടു. ഇതും നിത്യം ആരാധിക്കണ സ്ഥലമല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല ഇവിടെ ഞായറാഴ്ച ഉള്ളവരൊക്കെ ആയിരിക്കും. ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും. അത് ഈ വീടുകളിൽ ഇവിടെയൊക്കെ ആള് താമസമുള്ളതല്ലേ? അല്ലേ അതൊക്കെ വന്ന പാർട്ടിയാണ്. അത് നമ്മൾ വന്നപ്പോഴേക്കും മുമ്പേ പോകുന്നു പറഞ്ഞു. വീടുണ്ടെന്ന് പിന്നെ 3 ഫേസ് ലൈൻ വരെ വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധ അവിടെ വരണം. ആങ്ങൾക്ക് വെറുതെ ആയിപ്പോയോ ഇവിടെയുള്ള ആൾക്കാർക്കുള്ള പോയി കിടക്കാം. കുരുമല കുടിവെള്ള പദ്ധതി 2010 9-10 അത് പോയി കിടക്കും. 15 ലക്ഷം ഇപ്പോഴേ ഇപ്പൊ ഒന്നുമില്ല. പുനരുദ്ധാരണം 2019-20 നടത്തിയിട്ടുണ്ട്. ആണല്ലേ? അവര് 4 വർഷമായിട്ടുള്ളൂ. ഇത്രയും വലിയ PVC ടാങ്കിന് ആദ്യമായിട്ടാണ് കേട്ടോ നീളം കൂടിയത്. ഇല്ല 2000 2000 5000 10,000 ഉണ്ട്. അത് 5000 10,000 ഉണ്ട്. 5000 ഒന്നല്ല, അതിൽ കൂടുതലാണ്. പിന്നെ ഇവിടെ എന്തൊരു കട, മീൻ കടയാണുള്ളത്. മീറ്റിന്റെ തട്ടുപോലെ ഇവിടെയൊക്കെ വന്ന് ആരും എന്നാലും ഇത്രയും സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊരു ഇതാക്കും കേട്ടോ. പിള്ളേരാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ മെസ്സേജ് കൊടുക്കുന്നത്. അങ്ങനെ പബ്ലിസിറ്റി അങ്ങനെ ഇത് യൂട്യൂബേഴ്സാണ് ഇതൊക്കെ ഇത് കൊടുക്കണത്. റീൽസിലൊക്കെ വന്നിട്ട് ഒരുമല ടൂറിസം വില്ലേജ്. ഷിപ്പ്യാർഡിന്റെ ആ ക്രെയിൻ കാണാം. കണ്ടാ അപ്പൊ എറണാകുളം മേലായി ആ കാണുന്നത്. ഡയറക്ഷൻ പഠിക്കത്തില്ല.
വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേ പോകുമ്പോൾ ഇവിടെ ആലപ്പുഴയാവില്ല സാറേ. ഒരാളങ്ങനെ പോകുമ്പോൾ ഇവിടെ ആലപ്പുഴ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ ആലപ്പുഴയാവും. അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്, കണ്ട ആ അറ്റത്ത്. അത് കെട്ടിയിട്ടല്ലേ? മാത്രം ആ കയറി വന്നതിന്റെ ക്ഷീണം മാറൂല്ലേ ഇവിടെ വന്നു അല്ലേ? ആ കയറി വന്നതിന്റെ ക്ഷീണം മാറിയില്ലേ ഇവിടെ വന്നപ്പോ? അവിടെ ഇങ്ങോട്ട് ആർക്കായിരിക്കും, ഇവിടെ ഇങ്ങോട്ട് ആർക്കായിരിക്കും.
വൈദ്യുതി വകുപ്പുകാരൊന്നും കാണുന്നില്ല. ഒരു വിൻഡ് ബില്ലൊക്കെ വെക്കാൻ തോന്നുന്നുണ്ടോ? വിൻഡ് ബില്ലൊക്കെ വെക്കാൻ തോന്നുന്നുള്ളതായിരിക്കും. പദ്ധതി അടങ്കൽ തുകയൊക്കെ വരട്ടെ. ഇപ്പഴത്തെ കഴിഞ്ഞാൽ മാറി അത് സൂര്യൻ നേരെ പിടിച്ചിട്ട് ആർക്കാവും. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഓക്കെ. 4 പേർക്ക് നിന്ന് വേണ്ടി ഒരാളെ കൊണ്ട് ഒടുക്കി ഫോട്ടോ എടുപ്പിക്കാം. ഒരു സെൽഫി എടുക്കാൻ. കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ കാറ്റ് ഇവിടെ അതെന്നറിയോ നിരപ്പായിക്കണല്ലേ നോക്കി. അതായത് ആ കാണുന്ന മരുന്ന് ഞാൻ നേരത്തെ കണ്ടു. ഇപ്പൊ പിന്നെ ആ ഒരു ക്ലൗഡ് കാണുന്നില്ല എൻ്റെ താഴെ ഉണ്ട്. തലയുടെ മേലെ കൂടി നോക്കി ഇവിടെ ഒരു ഇത് കാണുന്നു. കത്തറ കണ്ടാ കാണാമോ? രാത്രിയാകുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ അവിടുത്തെ പോകുകയും ഇത് കൂടെ അതിന്റെ അവിടെ ഇത്തിരി ഒരു മൂടലുണ്ട്. മാത്രല്ല നല്ല വെള്ള ലൈറ്റ് അല്ലേ, ലൈറ്റ് ആയതുകൊണ്ടാ നല്ലത്. 4 പേർക്കൂടെ ഇവർക്കാരുടെ കൊടുത്ത് നമ്മൾ എടുപ്പിക്കും. ഇപ്പുറത്ത് നിൽക്കണം അല്ലാതെ ഈ സൈഡേക്ക്
വീഡിയോ ഞങ്ങൾ ക്ലിക്ക് ചെയ്യണോ? റെക്കോർഡിംഗ് ആണോ? ചേട്ടാ കുറച്ചുകൂടെ ചേർന്നത് പറ പോണോ? പോരെ? ഒരു സ്റ്റില്ലും കൂടി ഇങ്ങോട്ട് നിൽക്കാവോ? ആ സാധനം ആ അത് ഇങ്ങനെ ഡാർക്കായിരിക്കും. ഈ സാധനം ഒഴിവാക്കാൻ പറ്റും. ആ മുഖത്ത് ലൈറ്റ് കിട്ടും. അടിപൊളി. ഇത്രയും ഈ ഡയറക്ഷൻ കറക്റ്റാണ്. ഇതിന്റെ ലൈറ്റ് വരും ഈ ഡയറക്ഷൻ. ഇതൊക്കെ ഇത് നമ്മൾ ആ കോർണറിൽ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോകും. സൺലൈറ്റിന്റെ നാച്ചുറൽ ലൈറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. ഇനിയിപ്പം മങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ മങ്ങി വരണം നല്ല ആ ഇത് ഏതാ ഇവിടെ ഈ വീട് അതുകൊണ്ട് അവിടെ ഇതല്ല അപ്പുറത്ത് പോകും. അവിടെ ഒരു ഒറ്റപ്പെട്ട വീട് കൊണ്ട് ഒരു ചുമന്ന ആദ്യമായിട്ടാണ് ഇവിടെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ.
ഇടയ്ക്ക് വരുന്ന ക്രൗഡിനെ തള്ളി മാറ്റി വരുന്ന പോലെ അത്. അതെ അതെ അല്ലേ. അവിടെ ഒരു ഫ്ലൈൻ വന്നിട്ട് അവിടെ നിന്നിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ സൺറൈസ് കാണാൻ പോയി വെളുപ്പാൻ കാലത്ത് പോകണം 4 മണിക്കൊക്കെ അവിടെ പെട്ടെന്ന് വേറെ ആളാന്ന് എനിക്ക് തോന്നട്ടോ. പക്ഷെ ഇപ്പൊ ആ കളർ കാണുന്നില്ല കേട്ടോ. നേരത്തെ ഭയങ്കര റെഡായിരുന്നില്ലേ, ഇപ്പൊ അത്രയും കളർ കാണുന്നില്ല. അത്രയും അവിടെ ക്ലൗഡായി പോയില്ല, അല്ലെങ്കിൽ നല്ല ആ ചുമന്ന് കത്തിക്കണ താഴേക്ക് വരും. അതെ, നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേ കാണുന്നുള്ളൂ. മറ്റേ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ കാണുന്നുണ്ടിരുന്ന പുള്ളി ലേറ്റ് ആയിട്ട് പോയിട്ടോ. പോയി നാളെ ഇപ്പുറത്ത് വരുന്നു പ്രതീക്ഷിക്കാം അല്ലേ? നാളെ ഇപ്പുറത്ത് വരുന്നു പ്രതീക്ഷിക്കാം. അത്രയും ഭാഗത്തൊരു ലൈറ്റ് കാണുന്നുണ്ട്, കണ്ടാ? ചിലപ്പോ മറ്റേ
വൈപ്പിലെ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ലൈറ്റ് അടിക്കണ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? വൈപ്പിന്റെ ലൈറ്റ് ഹൗസ് അതിപ്പോ ഈ നമ്മളെ ഇത് കണ്ടില്ലേ, എന്താണ് ചിലപ്പോ ആ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന അവിടെ കാണാം. അവിടെ നിന്നായിരിക്കും ലൈറ്റ് അല്ലേ. ഒരു ക്രൈം കാണായിരുന്നു. ഈ ലൈറ്റ് കാണുന്നത് റിഫൈനറിയുടെ. പക്ഷെ രാവിലത്തെ സൺറൈസ് നോക്കുമ്പോ ആ ശരിക്കും കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഇവിടുന്ന് അടിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് പറ്റണില്ല. നമ്മള് നേരത്തെ ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു. രാത്രിയല്ല, ലൈറ്റ് ഇട്ടാൽ ആ ക്രെയിനിൽ ലൈറ്റ് ഇട്ടാൽ കാണാൻ പറ്റും. ഒരു പണി കിട്ടില്ല. ആ താഴെ ഭാഗം ഒരു ഫെയ്ഡായി ഇവിടെ കിടക്കുന്നല്ലേ. ട്രെയിനിന്റെ 2 ബിൽഡ് കാണാം. അപ്പൊ മറ്റേത് ടീം പോയി കാണാൻ പറയുന്നത്. ഇപ്പൊ നല്ല ചുവന്ന ശരിക്കും ഇങ്ങനെ ഈ നേരെ നിൽക്കുമ്പോഴാണ് ഇത് പടിഞ്ഞാറ് വരുന്നത് അല്ലേ? അങ്ങനെയാണ് ഈ തെക്ക് ഭാഗം ഇതാ. നമ്മുടെ മനസ്സിലുണ്ട് അറിയാം, ചെയ്യാം. വേറെ ആളാന്ന് എനിക്ക് തോന്നട്ടോ. പക്ഷെ ഇപ്പൊ ആ കളർ കാണുന്നില്ല കേട്ടോ. നേരത്തേക്ക് ഭയങ്കര റെഡായിരുന്നില്ലേ, ഇപ്പൊ അത്രയും കളർ കാണുന്നില്ല. അത്രയും അവിടെ ക്ലൗഡ് ആയി പോയില്ല. അല്ലെങ്കിൽ നല്ല ആ ചുമന്ന് കത്തിക്കണ താഴേക്ക് വരും. അതെ, നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേ കാണുന്നുള്ളൂ. മറ്റേ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ കാണുന്നുണ്ടിരുന്ന പുള്ളി ലേറ്റ് ആയിട്ടൊക്കെ അങ്ങനെ പോയിട്ടോ. പോയി നാളെ ഇപ്പുറത്ത് വരുന്നു പ്രതീക്ഷിക്കാം അല്ലേ? നാളെ ഇപ്പുറത്ത് വരുന്നു പ്രതീക്ഷിക്കാം. അത്രയും ഭാഗത്തൊരു ലൈറ്റ് കാണുന്നുണ്ട്. കണ്ടാ? ചിലപ്പോ മറ്റേ വൈപ്പിലെ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ലൈറ്റ് അടിക്കണ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? വൈപ്പിന്റെ ലൈറ്റ് ഹൗസ് അതിപ്പോ ഈ നമ്മളെ ഇത് കണ്ടില്ലേ, ചിലപ്പോ ആ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന അവിടെ കാണാം. അവിടെ നിന്നായിരിക്കും ലൈറ്റ് അല്ലേ. ഒരു ക്രൈം കാണായിരുന്നു. ഈ ലൈറ്റ് കാണുന്നത് റിഫൈനറിയുടെ. പക്ഷെ രാവിലത്തെ സൺറൈസ് നോക്കുമ്പോ ആ ശരിക്കും കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഇവിടുന്ന് അടിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് പറ്റണില്ല. നമ്മള് നേരത്തെ ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു. രാത്രിയല്ല, ലൈറ്റ് ഇട്ടാൽ ആ ക്രെയിനിൽ ലൈറ്റ് ഇട്ടാൽ കാണാൻ പറ്റും. ഒരു പണി കിട്ടില്ല. ആ താഴെ ഭാഗം ഒരു ഫെയ്ഡായി ഇവിടെ കിടക്കുന്നല്ലേ. ട്രെയിനിന്റെ 2 ബിൽഡ് കാണാം. അപ്പൊ മറ്റേത് ടീം പോയി കാണാൻ പറയുന്നത്. ഇപ്പൊ നല്ല ചുവന്ന ശരിക്കും ഇങ്ങനെ ഈ നേരെ നിൽക്കുമ്പോഴാണ് ഇത് പടിഞ്ഞാറ് വരുന്നത് അല്ലേ? അങ്ങനെയാണ് ഈ തെക്ക് ഭാഗം ഇതാ. നമ്മുടെ മനസ്സിലുണ്ട് അറിയാം, ചെയ്യാം. സൂര്യ